Opening Hours with MyFin. ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്. ഓപ്പണിംഗ് അവേഴ്സ് വിത്ത് മൈഫിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ് സൂരജ് സാർ. ഹാപ്പി മോർണിംഗ് വിഷ്ണു. അതായത് നമ്മുടെ വിപണി ഇന്നലെ അവധിയായിരുന്നു. കഴിഞ്ഞൊരു ലാസ്റ്റ് ട്രേഡിംഗ് ഡേ നോക്കുമ്പോൾ നമുക്ക് വിപണിയിൽ ഒരു FIDA ഡാറ്റ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് FIയുടെ ഭാഗത്ത് നിന്ന് 4781 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. DIയുടെ ഭാഗത്ത് നിന്ന് 5217 കോടിയുടെ നെറ്റ് ബൈയിങ്ങും ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. കഴിഞ്ഞ ആ ഒരു ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിലോട്ട് വരുമ്പോൾ നമുക്കൊരു സെക്ടറൽ പെർഫോമൻസ് ഒക്കെ നോക്കുമ്പോൾ മിക്സഡ് ആയിട്ടുള്ള രീതിയിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. എസ്പെഷ്യലി നിഫ്റ്റി IT-യിലൊക്കെ തന്നെ 1% മുകളിലേക്കൊക്കെ ഒരു ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ മെറ്റൽ, PSU, ബാങ്കിങ് തുടങ്ങിയ ഇൻഡെക്സുകളിലൊക്കെ തന്നെ നമുക്കൊരു നേട്ടവും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇന്നത്തെ ഒരു വിപണിയിലോട്ട് വരുമ്പോൾ ഈ ഒരു തുടക്ക സമയം നമുക്ക് കാണാൻ സാധിക്കുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ച് നിഫ്റ്റി 50 ഇപ്പോൾ ഒരു ഇടിവിലാണ് ട്രേഡിംഗ് തുടരുന്നത്. 25,578 എന്നൊരു നിലയിലാണ് നിഫ്റ്റി 50യിൽ ഇപ്പോൾ ട്രേഡിംഗ് കാണുന്നത്. അതായത് 87 പോയിൻറ്റിൻ്റെ ഇടിവ് കാണുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ ഫ്ലാറ്റ് ആയിട്ടുള്ള നിലയിലുമുള്ളൊരു ട്രേഡിങ്ങുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ ഒരു സെക്ടറൽ പെർഫോമൻസിലോട്ട് വരുമ്പോൾ നമുക്ക് കാണുന്നത് ഇന്ന് മാർക്കറ്റിനെ സംബന്ധിച്ച് റിയൽറ്റി, IT തുടങ്ങിയ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലൊക്കെ ഒരു നേട്ടം കാണുന്നുണ്ട്. എന്നാൽ മീഡിയ, മെറ്റൽ, ഫാർമ തുടങ്ങിയ ഇൻഡെക്സുകളിലൊക്കെ നമുക്കൊരു ഇടിവുമാണ് കാണാൻ സാധിക്കുന്നത്. മറ്റ് ഗ്ലോബൽ മാർക്കറ്റ്സിലോട്ട് വരുമ്പോൾ US മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മാർക്കറ്റായിരുന്നു ഉണ്ടായിരുന്നത്. എസ്പെഷ്യലി നോക്കുമ്പോൾ ഡൗ ജോൺസ്, S&P, നാസ്ഡാക്ക് തുടങ്ങിയ പ്രധാനപ്പെട്ട ഇൻഡെക്സുകളൊക്കെ തന്നെ നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗുമായിരുന്നു ഉണ്ടായിരുന്നത്. മാർക്കറ്റിനെ സംബന്ധിച്ച് NVIDIA അല്ലെങ്കിൽ AMD കൂടാതെ ബ്ലാക്ക് റോക്ക്, ഗോൾഡ്മാൻ സാക്ക് തുടങ്ങിയ ഓഹരികളിലൊക്കെ US മാർക്കറ്റിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ട്രേഡിംഗുമായിരുന്നു കാണാൻ സാധിച്ചത്. സൂരജ് സാർ, ഇന്ന് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോൾ പല പ്രമുഖ കമ്പനികളുടെയൊക്കെ ഒരു പാദഫലങ്ങൾ വരുന്നത്. റിലയൻസ് ഇൻഡസ്ട്രീസ്, വിപ്രോ, ടെക് മഹീന്ദ്ര തുടങ്ങിയ കമ്പനികളുടെയൊക്കെ ഒരു റിസൾട്ട് വരുന്ന ദിവസമാണ്. US മാർക്കറ്റിലോട്ട് വരുമ്പോൾ തായ്വാൻ്റെ US-ഉമായിട്ടുള്ള ഒരു ട്രേഡ് ഡീൽ വാർത്തകളൊക്കെ തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഏതായാലും ഇന്നത്തെ ഒരു മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഇന്ന് ശ്രദ്ധിക്കേണ്ട വാർത്തകൾ എന്തൊക്കെയാണ്? കൂടാതെ ഈ ഒരു വീക്ക് ഇന്നത്തെ ഒരു ലാസ്റ്റ് ട്രേഡിംഗ് ഡേ കൂടിയാണ്. താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ മാർക്കറ്റിൽ എന്താണ്? അതെ വിഷ്ണു, ഈ വീക്കിലെ ലാസ്റ്റ് ട്രേഡിംഗ് ഡേ ആണ്. അതായത് താങ്ക് ഗോഡ് ഇറ്റ്സ് എ ഫ്രൈഡേ അഗെയിൻ അല്ലേ. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ തന്നെയാണ് വിഷ്ണു പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതിനു മുമ്പേയും പറഞ്ഞിരുന്നു. അതായത് ഇൻഫോസിസ് ഞാൻ നോക്കുമ്പോൾ ഏതാണ്ട് 4% അപ്പാണ് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു 2-3 ദിവസം മുമ്പേ തന്നെ TCSൻ്റെയും HCL ടെക്കിൻ്റെയും റിസൾട്ട്സ് വന്നപ്പോൾ നമ്മളന്ന് പറയുകയുണ്ടായി, പല മാധ്യമങ്ങളും അതിനകത്ത് റവന്യൂ ഫോള് വന്നു, പ്രോഫിറ്റ് ഫോള് വന്നു, അത് കാരണം ഈ റിസൾട്ട്സ് മോശമാണ് എന്ന് നമ്മൾ പറയും. നമ്മൾ ഇന്ന് നോക്കുമ്പോൾ ഇൻഫോസിസിൻ്റെ ഏർണിങ്സിലും പ്രോഫിറ്റ് ഡൗൺ ആണ് എന്നുള്ള. എന്നിട്ടാണ് സ്റ്റോക്ക് 4.5% അപ്പായിരുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ അന്നേ പറഞ്ഞിരുന്നു ആ റിസൾട്ട്സ് നമ്മളെ സംബന്ധിച്ച് മോശമല്ല എന്നുള്ള രീതിയിലാണ് നമുക്ക് തോന്നിയത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ റിസൾട്ട്സിൽ റവന്യൂ, പ്രോഫിറ്റ് താഴെ വീഴുന്നതല്ല, അത് ഓൾറെഡി മാർക്കറ്റ് ഡിസ്കൗണ്ടഡ് ആണ്. അതായത് ഈ ഇൻഡസ്ട്രിയിൽ ചെറുതായിട്ട് ഒരു ഏർണിങ്സിന് ഒരു സ്ലോ ഡൗൺ വരും എന്നുള്ളത് മാർക്കറ്റ് നേരത്തെ ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ടാണ് ഇൻഫോസിസും TCSും HCL ഒക്കെ വളരെ ഡിപ്രസ്ഡ് ആയിട്ട് ഒന്ന് താഴേക്ക് കറക്റ്റ് ചെയ്തതെന്നുള്ള. നൗ ആ Q3 റിസൾട്ട്സിലും കൂടി അതൊന്ന് വന്ന് ജസ്റ്റിഫൈ ചെയ്തു എന്ന് മാത്രം. എന്താണോ സ്റ്റോക്ക് പ്രൈസ് താഴെ വരാനുള്ള കാര്യം അത് ഏർണിങ്സ് വഴി ജസ്റ്റിഫൈ ചെയ്തു എന്നേ ഉള്ളൂ. എന്നാൽ പല കമ്പനികളും അവരുടെ ഏർണിങ്സിൻ്റെ ഗ്രോത്തിൻ്റെ ഗൈഡൻസ് കൊടുത്തത് വളരെ നല്ലതായിരുന്നത് കാരണമാണ് നമ്മൾ അന്നും പറഞ്ഞത്. അതായത് ഇൻഫോസിസിൻ്റെ ഇന്നലെ വന്നതാണ്. TCSൻ്റെയും HCLൻ്റെ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇത് നല്ല റിസൾട്ടാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇൻഫോസിസിൻ്റെ കാര്യത്തിലും ഗൈഡൻസ് കോൺസ്റ്റൻറ്റ് കറൻസി ടേംസിൽ 3.5% അപ്വേർഡ് റിവിഷൻ മാനേജ്മെൻറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സ്റ്റോക്ക് കയറോ ഇല്ലെന്നല്ല, ഇറ്റ് ഈസ് ബെറ്റർ, മറ്റുള്ളതിനേക്കാട്ടിലും ബെറ്റർ ആയിരുന്നു എന്നല്ല. ഈ കാരണത്താൽ തന്നെയാണ് നമ്മൾ മൈഫിൻ ഡെസ്ക് എന്ന് പറഞ്ഞത്. ഹെഡ്ലൈൻ ന്യൂസും പല മാധ്യമങ്ങളും പറയുന്നത് ഏർണിങ്സ് താഴെ പോയി എന്ന്, അത് റവന്യൂവിൻ്റെ ടേംസിലായിക്കോട്ടെ പ്രോഫിറ്റിൻ്റെ ടേംസിലായിക്കോട്ടെ താഴെ പോയി എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കിയിരുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് ഓൾറെഡി പ്രൈസിൽ ഡിസ്കൗണ്ടഡ് ആണ്. സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇതെല്ലാം അബ്സോർബ് ചെയ്ത് കഴിഞ്ഞു. എന്നാൽ ഗൈഡൻസ് നന്നായിരുന്നു എന്നുള്ളത് ഒരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് മാർക്കറ്റ് കാണും എന്നാണ് നമ്മൾ വിശ്വസിച്ചത്. അതേപോലെ തന്നെ ഇൻഫോസിസിൻ്റെ പ്രൈസും അത് ജസ്റ്റിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ മെയിനായിട്ട് ടോപ്പ് 2 to 3 കമ്പനീസ് ഇന്ന് നിഫ്റ്റിയെ അപ്പോർഡായിട്ട് മൂവ് ചെയ്യിപ്പിക്കുന്നത് ഇൻഫോസിസ്, വിപ്രോ, ടെക് മഹീന്ദ്ര ആണെന്നുള്ളതാണ് അല്ലേ. വീണ്ടും ടാറ്റ കൺസൾട്ടൻസീസും കൂടെ ഉണ്ട്, HCL ടെക്. അപ്പോൾ എല്ലാ മേജർ IT കമ്പനീസും തന്നെയാണ് എന്നുള്ള നമ്മുടെ ആ ഒരു റീഡിംഗ് വീണ്ടും കറക്റ്റ് ആയിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നമ്മൾ മാർക്കറ്റിലേക്ക് വരുമ്പോൾ മാർക്കറ്റിൻ്റെ മാക്രോ എക്കണോമിക് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസൊക്കെ നോക്കുകയാണെങ്കിൽ 2-3 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒന്ന് എന്ന് പറയുന്നത് നമുക്കറിയാം BMC ഇലക്ഷൻ്റെ റിസൾട്ട്. BMC ഇലക്ഷൻ ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ, വൺ ഓഫ് ദ ലാർജസ്റ്റ് കോർപ്പറേഷൻസ് ഇൻ ഇന്ത്യ. ബേസിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ബോംബെ കോർപ്പറേഷൻ മാത്രം, ഈ BMC മാത്രം പല സംസ്ഥാനങ്ങൾ, ഇന്ത്യയിലുള്ള പല സംസ്ഥാനത്തിനേക്കാളും വലിയ ബഡ്ജറ്റാണ്. ഇപ്പം നമ്മൾ ചില ഗോവ അല്ലെങ്കിൽ സിക്കിം, ത്രിപുര, അരുണാചൽ പ്രദേശ്, പിന്നെ ഹിമാചൽ പ്രദേശ്,
പിന്നെ മണിപ്പൂറൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതിനേക്കാളൊരു വലിയ ബഡ്ജറ്റ് സൈസുള്ള ഒരു കോർപ്പറേഷനാണ് BMC എന്ന് പറയുന്നത്. അതുമാത്രമല്ല നമ്മുടെ ബോംബെ എന്ന് പറയുന്നത് കമേഴ്ഷ്യൽ ക്യാപിറ്റലും കൂടെയാണ് എന്നുള്ള, ബോംബെയിലാണ് കൂടുതൽ കമ്പനീസും ഇതുമൊക്കെ ഉള്ളത്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിന് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ബോംബെയിലേക്ക് ചെല്ലുക എന്നുള്ളതാണ്. അതായത് ബോംബെയിൽ ദലാൽ സ്ട്രീറ്റ് എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലോ. അപ്പോൾ ഈ പറയുന്ന പോലെ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് BMC എന്ന് പറയുന്നത് ഒരു ചെറിയ രീതിയിലാണെങ്കിലും ഒരു ക്രൂഷ്യലായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ്. അത് കാരണം കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പോലെ നമ്മൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും NSEയും ഇന്നലെ BMC ഇലക്ഷൻ കാരണം ഹോളിഡേ കൊടുത്തു. അതിൽ വേറൊരു രസകരമായിട്ടുള്ള കാര്യം വെച്ചാൽ നമ്മുടെ നിതിൻ കാമത്തിൽ സീറോധായുടെ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതായത് ഇന്ത്യ ഇത്രയും ഒരു ഗ്ലോബൽ എക്കണോമി ആയിട്ട് ലിങ്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ BMC ഇലക്ഷന് വേണ്ടിയിട്ട് ഹോളിഡേ കൊടുക്കുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യം. വെറും ഒരു ലോക്കൽ ഇലക്ഷന് വേണ്ടി ഇത്രയും ഗ്ലോബൽ ആയിട്ടുള്ള ഒരു എക്കണോമിയുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്തിനാണ് ഹോളിഡേ കൊടുക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു വാദം. അദ്ദേഹത്തിൻ്റെ വാദത്തിന് നമ്മൾ ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ ശരിയാണ്. ഈ പറഞ്ഞ പോലെ ഫെസ്റ്റിവലിന് കൊടുക്കും പോലെ അല്ലല്ലോ ഈ പറയുന്ന പോലെ ബോംബെയിലെ മാത്രം ഇലക്ഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നോക്കുകയാണെങ്കിൽ കറക്റ്റാണ്. ബട്ട് അദ്ദേഹം എന്തുകൊണ്ട് പറഞ്ഞു? അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് സീറോദ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അത് കൂടുതലും ഓൺലൈനായിട്ടുള്ള ടെക്നോളജി പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ബ്രോക്കറേജ് കിട്ടും അന്നത്തെ ദിവസം. അത് കുറയുന്നതിൻ്റെ ദേഷ്യത്തിലാണോ എന്നറിയില്ല. മാർക്കറ്റിലെ വെറ്ററൻ ആയിട്ടുള്ളതും ഹെലിയോസ് ക്യാപിറ്റലിൻ്റെയും വലിയൊരു മേജർ ഇൻവെസ്റ്ററായ സമീർ അറോറ അതിന് തിരിച്ചടിച്ചതെന്ന് വെച്ചാൽ ഇപ്പം ഞായറാഴ്ച ബഡ്ജറ്റാണ്. അന്ന് എന്തിനാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത്? ബഡ്ജറ്റിന് വേണ്ടി മാത്രം എന്ന് തിരിച്ചു ചോദിക്കുകയും കൂടെ ചെയ്തു എന്നുള്ള. ഒരു കാര്യം ശരിയാണ്. ഇപ്പം ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്കൊക്കെ ഇതിൽ വർക്ക് ചെയ്യുന്നവരുടെ വിഷമം അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. മാർക്കറ്റ് എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരാളല്ല. കാര്യം വെച്ചാൽ മാർക്കറ്റ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ 9:30 കാണിക്കുന്ന സ്വഭാവമല്ല 9:45 കാണിക്കുന്നത്, 9:45 കാണിക്കുന്ന സ്വഭാവമല്ല 10 മണിക്ക് കാണിക്കുന്നത്. ഇത് ഒരുപാട് വോളറ്റിലിറ്റി ഉള്ള ഒരു സിസ്റ്റമാണ്. ഭയങ്കര എക്സെൻട്രിസിറ്റി ഉള്ള സിസ്റ്റമാണ്. അതിനകത്ത് ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്നവർ, ഞാൻ പറയുന്നത് ഒരു ഇൻവെസ്റ്റർ ട്രേഡർ കമ്മ്യൂണിറ്റിയെക്കാളും ഞാൻ പറയുന്നത് ഇതിൻ്റെ പുറകിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ച് കണ്ണും ചെവിയും ഒക്കെ എന്നും ഓപ്പൺ ചെയ്ത് വയ്ക്കുക. അതായത് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ, 3:30 മാർക്കറ്റ് ക്ലോസ് ചെയ്യുമെങ്കിലും ക്ലോസിംഗ് മാർക്കറ്റ് കഴിഞ്ഞിട്ടുള്ള ഫംഗ്ഷൻസ് എല്ലാം പെർഫോം ചെയ്ത് ഒരു 5 വരെ നോക്കുകയാണെങ്കിൽ ഒരു ഡിസിമലോ ഒരു ഡിജിറ്റോ തെറ്റിപ്പോയി അത് വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നൊരു കാര്യം. അപ്പോൾ അതിനകത്ത് ഒരുപാട് സ്ട്രെയിൻ ഉണ്ട് എന്നുള്ള കാര്യം ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. എനിവേ, അത് നമ്മുടെ ഒരു പ്രിമൈസസിൽ വരുന്ന ഡിബേറ്റ് അല്ല, അതങ്ങനെ നടക്കുന്നു എന്ന് മാത്രം അതൊരു വശത്തൂടി. അപ്പോൾ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ ഇലക്ഷൻ്റെ റിസൾട്ട് മാർക്കറ്റിനെ എങ്ങനെ ബാധിക്കും നോക്കാം. അതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ബാക്കി എല്ലാ ഇലക്ഷൻസും നമുക്ക് 8 മണിക്ക് കൗണ്ടിങ് തുടങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു BMC തുടങ്ങുന്നത് 10 മണിക്കാണ്, 10 AM ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു 10:30 ചെറുതായിട്ട് നമുക്ക് ട്രെൻഡ് അറിയാൻ പറ്റും. എനിക്ക് തോന്നുന്നു 11:30-12 തന്നെ നമുക്ക് ഫുൾ റിസൾട്ട്സ് BMCയുടെ കിട്ടുമെന്നുള്ള. അപ്പോൾ ഒരു ചെറുതാണെങ്കിൽ പോലും ഒരു ചെറിയ സിഗ്നിഫിക്കൻസോടുകൂടിയുള്ള ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ഈവൻ്റാണ് ഈ BMC എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, വീണ്ടും നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ ബുധനാഴ്ച വീണ്ടും സുപ്രീം കോടതി ചേർന്നപ്പോൾ ട്രംപിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള, അതായത് ട്രംപിൻ്റെ ലീഗാലിറ്റി, ആ ടാരിഫ് വെച്ചതിൻ്റെ ലീഗാലിറ്റിക്ക് ഒരു റൂളിംഗ് വരുമെന്ന് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു റൂളിംഗ് ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു. വീണ്ടും അതിനെ ഡിഫർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടുന്നും നമുക്ക് ഈ പറഞ്ഞ പോലെ ഒന്നും വന്നില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ വ്യാഴാഴ്ച അവധി, ബുധനാഴ്ച നമ്മൾ ഓപ്പണിംഗ് അവേഴ്സിൽ പറഞ്ഞത് ഈവൻ ഈ റിസൾട്ട്സ് ഈ റൂളിംഗ്, സുപ്രീം കോടതിയുടെ റൂളിംഗ് ട്രംപിന് എഗെയിൻസ്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും US മാർക്കറ്റിൽ ഒരു സെൽ ഓഫ് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ റിപ്പിൾ എഫക്റ്റ് അല്ലെങ്കിൽ കാസ്കേഡിങ് എഫക്റ്റ്, ദോ ദിസ് ഇസ് ഗുഡ് ന്യൂസ് ഫോർ ഇന്ത്യ. അതായത് ടാരിഫ് ക്യാൻസൽ ചെയ്യുക എന്ന് പറയുന്നത് ലോങ്കർ ടേമിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഗുഡ് ന്യൂസ് ആണ്. ബട്ട് അതിൻ്റെ ഒരു നെഗറ്റീവ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ട്രംപ് വിൽ ഫൈൻഡ് അനദർ വേ ടു ഇംപ്ലിമെൻറ്റ് ടാരിഫ്. വേറെ പല ക്ലോസസും സെക്ഷനും ഉപയോഗിച്ച് ടാരിഫ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തുകൊണ്ട് വന്നാലും ട്രംപ് ടാരിഫ് ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് ഒന്നാമത്തെ വശം. അതുകൊണ്ട് ഇന്ത്യക്ക് ട്രംപ് വിചാരിക്കാതെ ഒരു ട്രേഡ് ഡീൽ സൈൻ ചെയ്യാതെ നമുക്കതിനകത്ത് ഈ പറയുന്നുള്ള ഒരു റിലീഫ് കിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പ്. രണ്ടാമത്തെ കാര്യം, ട്രംപിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് സുപ്രീം കോടതിയുടെ റൂളിംഗ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് അമേരിക്കൻ എക്കണോമിയെ ബാധിക്കുന്നൊരു കാര്യമായുണ്ട്. അമേരിക്കൻ മാർക്കറ്റ്സിൽ ഒരു സെൽ ഓഫ് വരാനുള്ള ചാൻസ് ഉണ്ട്. അമേരിക്കൻ മാർക്കറ്റിൽ സെൽ ഓഫ് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റിൽ അതിൻ്റെ കാസ്കേഡിങ് എഫക്റ്റ് വരാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. കാര്യം വെച്ചാൽ ഇവിടെ നല്ല രീതിയിൽ FIIs FPIസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്. അവരെന്ത് ചെയ്യും? അവരുടെ നാട്ടിലേക്ക് പൈസ വലിച്ചു കൊടുക്കും. കാര്യം ഇഫ് ദർ ഈസ് അൺസർട്ടനിറ്റി ഇൻ ദെയർ ഓൺ എക്കണോമി, ദ ചാൻസസ് ആർ ദാറ്റ് ദേ മൈറ്റ് പുൾ ദ മണി ഫ്രം അതർ എമർജിംഗ് മാർക്കറ്റ്സ് ബാക്ക് ടു ദെയർ കൺട്രി എന്നുള്ള. അതുമാത്രമല്ല, അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും?
ഒരുപാട് പ്രഷർ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലും ഇന്ത്യൻ ബോണ്ട് മാർക്കറ്റിലും വരും. അത് കാരണം ഇന്ത്യൻ റുപ്പി എന്ന് പറയുന്ന കറൻസി ഇതേപോലെ വളരെ വലിയ വീക്ക്നെസ് വരും. ഇതെല്ലാം ഇന്ത്യൻ മാർക്കറ്റിന് ഒരു ഷോർട്ട് ടേമിൽ ഗുണകരമായിട്ട് വരില്ല എന്നുള്ള ഒരു തിയറി നമ്മൾ പ്രേക്ഷകരെ മുന്നിൽ വച്ചിരുന്നു. അതൊന്ന് ശ്രദ്ധിക്കാനേ പറഞ്ഞുള്ളൂ. അങ്ങനെ വരണമെന്നില്ല. സാധാരണ അങ്ങനെ വരാനാണ് കോപ്പി ബുക്ക് പറയുന്നത്. ഇനിയിപ്പോൾ നേരെ തിരിച്ച് സംഭവിക്കുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. കാര്യം ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് അവകാശപ്പെടാം ഇന്ത്യൻ മാർക്കറ്റ് ഇത്രയും താഴെ വരാൻ കാര്യം അങ്ങനത്തെ ഒരു ഈവൻറ്റ് ഓൾറെഡി ഡിസ്കൗണ്ട്. ഇപ്പം നമ്മൾ ഇൻഫോസിസിൻ്റെയും HCLൻ്റെയും TCSൻ്റെ റിസൾട്ട് പറഞ്ഞില്ലേ, അതായത് ഈ ന്യൂസ് വരുമ്പോഴത്തേക്കും, അതായത് ബൈ ഓൺ റൂമർ സെൽ ഓൺ ന്യൂസ് എന്ന് പറയുന്ന പോലെയാണ് നേരെ തിരിച്ച്. അപ്പോൾ നമ്മൾ പറയുന്നത് ഈ പറയുന്ന പോലെ ആ ന്യൂസ് ഓൾറെഡി വന്നു കഴിഞ്ഞു, അത് മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈവൻറ്റ് നടക്കുമ്പോൾ അത് ചിലപ്പോൾ ബോട്ടം അടിച്ച് മാർക്കറ്റ് കയറുന്നുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ രണ്ട് വശവും നമ്മളൊന്ന് പറഞ്ഞു വെച്ചു, ശ്രദ്ധിക്കുക എന്നുള്ളൊരു ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ. അല്ലാണ്ട് ഇന്ന സൈഡ് തന്നെ സംഭവിക്കുമെന്ന് നമ്മൾ ഉറപ്പിച്ച് പറയുന്നുമില്ല. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഒരു കാര്യം. മൂന്നാമത് മാർക്കറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ആ മിഡിൽ ഈസ്റ്റിൽ വരുന്ന ആ ഒരു ജിയോ പൊളിറ്റിക്സ് ഇഷ്യൂ ആണ്. അത് നമുക്കറിയാലോ, ഇറാനും US-ഉം തമ്മിലുള്ള ഒരു പ്രശ്നമാണ്. അതും ഏതാണ്ട് ഒരു കൂൾ ഓഫ് ചെയ്തായിട്ടാണ് കാണുന്നത്. കാര്യം വെച്ചാൽ രണ്ട് സ്റ്റേറ്റ്മെൻറ്റാണ് അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതായത് നമ്മൾ ബുധനാഴ്ച നമ്മൾ പോകുമ്പോൾ, അതായത് വ്യാഴാഴ്ച മാർക്കറ്റ് ക്ലോസ് ആയിരുന്ന സമയത്ത് മിക്കവാറും എപ്പോൾ വേണമെങ്കിലും US ഇറാനിൽ മേൽ ഒരു സ്ട്രൈക്ക് നടത്താം എന്നുള്ള രീതിയിലായിരുന്നു എന്നുള്ള. ബട്ട് ഇന്ന് ഓവർനൈറ്റ് കഴിഞ്ഞ് ഇന്ന് രാവിലെ വരുമ്പോൾ നമ്മൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നു എന്നുള്ളതാണ്. അന്ന് ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ, അതായത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നോ പ്ലാൻ ടു ഹാങ് പീപ്പിൾ, അതായത് ലാർജ് സ്കെയിൽ എക്സിക്യൂഷൻ, പ്രൊട്ടസ്റ്റേഴ്സിൻ്റെ ലാർജ് സ്കെയിൽ എക്സിക്യൂഷൻ നടത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു എന്നാണ് പറയപ്പെടുന്നത്. അത് തീർച്ചയായിട്ടും നല്ല രീതിയിൽ US പ്രസിഡന്റ് ട്രംപ് എടുത്ത കാരണം അദ്ദേഹം തിരിച്ചു പറഞ്ഞു, നോ പ്ലാൻ ടു അറ്റാക്ക് ഇറാൻ ആസ് ഓഫ് നൗ. അതായത് അവിടുത്തെ ആ ഒരു ഇഷ്യൂ ഒക്കെ ഏതാണ്ട് ഒന്ന് ആശ്വാസം നൽകുന്നു. അത് കാരണം ഞങ്ങൾ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു വെച്ച ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്ററിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും US പ്രസിഡന്റ് ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും ഒരു സൂതിങ് എഫക്റ്റ് ആയിരുന്നു. അപ്പോൾ അത് കാരണം ഈ പറയുന്ന പോലെ ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റിന് ഒരു ആശ്വാസം കിട്ടി എന്നുള്ള ഒരു കാര്യം, ഓയിൽ പ്രൈസസ് ഒന്ന് കൂളായി എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യം. പിന്നെ പ്രഷ്യസ് മെറ്റൽസ് അവരുടെ പീക്കിൽ നിന്ന് ചെറുതായിട്ടൊന്ന് കൂൾ ഓഫ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കൂടെ. കാര്യം അതൊരു വേസ്റ്റ് ഈവൻറ്റിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ സ്റ്റോർ ഓഫ് വാല്യൂ ആയ പ്രഷ്യസ് മെറ്റൽസ് ആയ ഗോൾഡിലും സിൽവറിലേക്കും പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു റിസ്ക് മാറി എന്ന് കഴിയുമ്പോൾ ആ പൈസ തിരിച്ചു വരുന്ന ഒരു കറക്ഷനും കൂടെ ഗോൾഡിലും സിൽവർ പ്രൈസിലും കണ്ടു എന്നുള്ളതാണ്. ബട്ട് ഈവൻ തന്നെ ഞാനൊന്ന് എണീറ്റ് നോക്കുമ്പോൾ ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തതെന്ന് വെച്ചാൽ നെവർ സേ നെവർ എന്ന് വെച്ചാൽ ഈ ട്രംപ് ആയതുകൊണ്ട് നമുക്കറിയില്ല. ഇപ്പം ഇങ്ങനെയൊക്കെ കൂൾ ഓഫായി നിൽക്കുമ്പോൾ ചിലപ്പം ഒരു പൊടുന്നതിനെ പെട്ടെന്നൊരു സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് നടക്കാമെന്നാണ് കാര്യം വെച്ചാൽ ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്ത കാര്യം വെച്ചാൽ ദേ സീ മിലിറ്ററി അസറ്റ്സ് സ്റ്റിൽ മൂവിങ് ടുവേർഡ്സ് വെസ്റ്റ് ഏഷ്യയിലേക്ക് മിലിറ്ററി അസറ്റ്സ് അമേരിക്കയുടെ മൂവ് ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടിങ് കൂടെ അമേരിക്കൻ മീഡിയ ആയ ഫോക്സ് ന്യൂസ് ഒന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്ന് മാത്രം. ഇപ്പം എപ്പോൾ വേണമെങ്കിലും അത് പ്രതീക്ഷിക്കാം, കഴിഞ്ഞു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് നമ്മൾ എവിടെയാണ് കാണുന്നത്? ഓയിൽ പ്രൈസസിലായിരിക്കും. കാര്യം ഓയിൽ പ്രൈസാണ് ഈ മിഡിൽ ഈസ്റ്റ് അൺസർട്ടനിയുടെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഇഷ്യൂ. അപ്പോൾ ഓയിൽ പ്രൈസ് നമ്മൾ ഇന്നലെ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് 2 ദിവസം കൊണ്ട് -6% ഡൗൺ ആണ് എന്നുള്ളതാണ്. ഏതാണ്ട് $63.779 per barrel എന്ന നിലയിലേക്ക് വന്നു എന്നുള്ളതാണ്. വിച്ച് ഷോസ് ദാറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കാര്യം എന്താ, മിഡിൽ ഈസ്റ്റിലെ കാര്യങ്ങളൊക്കെ ഒന്ന് കൂൾ ഓഫ് ചെയ്തു. നമ്മൾ പ്രഷ്യസ് മെറ്റൽസിലേക്ക് നോക്കുമ്പോൾ പ്രഷ്യസ് മെറ്റൽസ് ഡൗൺ ആവുമെന്ന് പറയുന്നതും ഇത് കൊറോബറേറ്റ് ചെയ്യുന്ന കാര്യം, മാർക്കറ്റ് ആശ്വാസകരമായിട്ട് നിൽക്കുന്നു എന്നുള്ളതും നമുക്ക് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ബട്ട് ഇതിനകത്ത് ഒരു റിപ്പോർട്ട് വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ എന്തുകൊണ്ട്, അതായത് നമ്മളിപ്പോൾ പുറത്ത് കാണുന്ന കാര്യങ്ങൾ എന്താ, ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞു ഞങ്ങൾ ഇനി ആരെയും ഹാങ് ചെയ്യാൻ, തൂക്കിക്കൊല്ലാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല, പ്രൊട്ടസ്റ്റേഴ്സിൻ്റെ ഒരു മാസ്സായിട്ടുള്ള ഒരു എക്സിക്യൂഷനൊന്നും ഞങ്ങൾ ആലോചിക്കുന്നില്ല എന്ന് പറയുന്നതിന് ഉത്തരമായിട്ടാണ് ട്രംപ് പറയുന്നത് അറ്റ് ദിസ് മോമെൻറ്റ് നോ അറ്റാക്ക് ഓൺ ഇറാൻ എന്നുള്ള രീതിയിലേക്കാണ് പറഞ്ഞതെന്നുള്ളതാണ് നമ്മൾ പുറം ലോകം മനസ്സിലാക്കിയിരിക്കുന്നൊരു കാര്യം. ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ പുറകിൽ വേറൊരു കഥയും കൂടെ ഉണ്ട്. എന്തുകൊണ്ട് US അറ്റാക്ക് ചെയ്തില്ല എന്ന് നോക്കുകയാണെങ്കിൽ, അതായത് എനിക്ക് തോന്നുന്നു അത് റിപ്പോർട്ട്സ് പല സ്ഥലത്തും അൺകൺഫേംഡ് ആയിട്ട് വരുന്നെങ്കിലും സൗദി അറേബ്യ എലോങ് വിത്ത് ഖത്തർ ആൻഡ് ഒമാൻ റിപ്പോർട്ടഡ്ലി നോട്ടിഫൈഡ് അമേരിക്ക, അതായത് അമേരിക്കയെ അറിയിച്ചു എന്നാണ് പറയുന്നത് അവരുടെ എയർ സ്പേസും അവരുടെ ടെറിട്ടറിയും ഇറാനെ അറ്റാക്ക് ചെയ്യാൻ US-ന് അനുവദിക്കില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അത് അവർക്ക് ഇറാനോടുള്ള സ്നേഹം കൊണ്ടോ
അമേരിക്കയോടുള്ള എതിർപ്പോ കൊണ്ടല്ല, അതിൽ ഈ ഒമാനും ഖത്തറും ചേർന്നിട്ടാണ് സൗദി അറേബ്യയുടെ കൂടെ പറഞ്ഞെങ്കിലും സൗദി അറേബ്യയാണ് വളരെ വലിയൊരു സ്റ്റാൻഡ് എടുത്തത്. സൗദി അറേബ്യ അത് അമേരിക്കയെ അറിയിക്കുകയും ചെയ്തു, ഞങ്ങളുടെ എയർ സ്പേസ്, ഞങ്ങളുടെ ടെറിട്ടറിയും ഇറാനെ അറ്റാക്ക് ചെയ്യാൻ, ഞങ്ങൾ യൂസ് ചെയ്യാൻ എന്താ പറയുക, ഞങ്ങൾക്ക് സാധിക്കില്ല, അത് സഹായിക്കാൻ സാധിക്കില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നതെന്നുള്ള. എന്തുകൊണ്ടാണ് സൗദി അങ്ങനെ പറഞ്ഞതെന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ സൗദി കാരണമായിരിക്കണം ഒരു പക്ഷേ, അല്ലാണ്ട് ഇറാൻ്റെ ഫോറിൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രകാരമാണ് ട്രംപ് ഇനി ഇറാൻ അറ്റാക്ക് ചെയ്യണില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ആരുടെയോ ഒരു കളി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഒരു അൺകൺഫേംഡ് റിപ്പോർട്ട്സ് പറയുന്നത് സൗദി അറേബ്യ ഈ അവരുടെ ടെറിട്ടറിയും എയർ സ്പേസും യൂസ് ചെയ്യാൻ സമ്മതിക്കില്ല. എന്താണ് അതിന് റീസൺ എന്ന് നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സൗദി അറേബ്യ വാണ്ട്സ് കൊമേനി ടു സ്റ്റേ. ആയത്തുള്ള കൊമേനി സ്റ്റേ ചെയ്യണമെന്ന് സൗദി അറേബ്യയ്ക്ക് ആഗ്രഹമുണ്ട്. ഇത് സൗദി അറേബ്യയ്ക്ക് ഇറാനോടുള്ള പ്രത്യേക താല്പര്യമില്ല. നമ്മൾ സാധാരണ പറയുന്നത് വെച്ചാൽ സൗദി ഈസ് എ സുന്നി സ്റ്റേറ്റ്, വേറെ ഇറാൻ ഈസ് എ ഷിയ സ്റ്റേറ്റ്. ബട്ട് അതൊക്കെ അവരുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യം നമുക്ക് അതിനകത്തില്ല. നമ്മൾ അതിനകത്ത് വരുന്നത് ഇതിൻ്റെ എക്കണോമിക് ഇംപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നതെന്നുള്ളത്. അതായത് ഈ സൗദി അറേബ്യയെ സംബന്ധിച്ച് 2-3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ, അല്ലാതെ ഒരു സ്റ്റേറ്റ് ഓഫ് എക്കണോമിയിലാണ് സൗദി അറേബ്യ നിൽക്കുന്നത്. ഒന്നാമത്തെ കാര്യം വെച്ചാൽ സൗദി അറേബ്യ ഇപ്പോൾ കുറച്ചൊന്ന് പുതിയ റൂളർ വന്നതിന് ശേഷം ഒന്നൊരു ഓപ്പൺ എക്കണോമിയായി മാറി. നമ്മളിപ്പോൾ നോക്കുമ്പോൾ ഒരുപാട് ടൂറിസം വരെ, സൗദി ടൂറിസത്തിൻ്റെ തന്നെ ഒരുപാട് ആഡ്സൊക്കെ നമ്മൾ പല ചാനലുകളിലും കാണാം. സൗദിയിൽ ടൂറിസം ആൾക്കാർ പുറത്തുനിന്ന് വന്നു തുടങ്ങി. സൗദി ഒരു ഫ്രണ്ട്ലി നേഷനാണ്, അതായത് ഒരു ഹാർഡ് കോർ എന്ന് പറയുന്ന ഒരു ഇമേജ് മാറ്റി വെൽക്കം ചെയ്ത് വളരെ ടൂറിസ്റ്റിനോട് എംപത്തറ്റിക്കായി. നമ്മൾ വിചാരിക്കുമ്പോൾ ചില രാജ്യങ്ങൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴേ നമ്മൾ ഈ റഷ്യ USSR ഒന്നിച്ച് നിൽക്കുന്നു. USSR സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കസക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞ ഓരോ രാജ്യങ്ങളുണ്ടല്ലോ. ഇപ്പം പലതും അവിടുത്തെ എക്കണോമി ചീപ്പായത് കാരണം നമ്മളെപ്പോലത്തെ ഇന്ത്യൻസിന് അവിടെ ട്രാവൽ ചെയ്യാൻ ഈസിയാണ്. കാര്യം വെച്ചാൽ ചീപ്പായിട്ടുള്ള എക്കണോമിയാണ്, കാര്യങ്ങൾ അത്രയ്ക്ക് ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ചീപ്പ് വേ ഓഫ് ട്രാവൽ ആയതുകൊണ്ട് ഇവിടുന്ന് ഒരുപാട് സാധാരണക്കാർ അവിടെ ട്രാവൽ ചെയ്യും. ബട്ട് അവിടെയുള്ള നാട്ടുകാരുടെ നമ്മളോടുള്ള പെരുമാറ്റം അത് ഇന്ത്യൻസ് ആയതുകൊണ്ടല്ല, അവർക്ക് ടൂറിസ്റ്റിനെ ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല. ടൂറിസ്റ്റ് പറഞ്ഞാൽ പുറത്തുനിന്ന് ആൾക്കാർ വരുന്നു, സന്തോഷിച്ച് നടക്കും, വഴി കടന്ന് പാട്ട് പാടുന്നു. അതായത് ഈ ടൂറിസ്റ്റ് ഫ്രണ്ട്ലി നേഷനും ടൂറിസ്റ്റ് ഫ്രണ്ട്ലി അല്ലാത്ത നേഷനും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടെന്നുള്ള. അപ്പോൾ പിന്നെ നമ്മളൊക്കെ ഈ ഉസ്ബെക്കിസ്ഥാൻ, കസക്കിസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ സൂക്ഷിച്ചൊന്ന് പെരുമാറണം, അവർക്കധികം സൂഹിക്കുന്നില്ല എന്നുള്ളത്. എന്നാൽ മറ്റുള്ള ടൂറിസ്റ്റ് കൺട്രിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല, വളരെ ഫ്രീ ആണ്. ആൾക്കാരോടൊക്കെ ഇപ്പം നമ്മുടെ കോവളം, വർക്കല അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചിയിലൊക്കെ നമ്മുടെ നാട്ടുകാർ എങ്ങനെയാണ് ഫോറിനേഴ്സിനടുത്ത് പെരുമാറുന്നത്, ഹലോ വെൽക്കം എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച്. അതായത് വി ആർ ടൂറിസ്റ്റ് ഫ്രണ്ട്ലി എന്നുള്ളത് ഓൾറെഡി അത് ടൂറിസ്റ്റ് ഫ്രണ്ട്ലി. പക്ഷേ നമ്മുടെ ഏതെങ്കിലും ഒരു ഇൻറ്റീരിയർ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ആ ടൂറിസ്റ്റിന് അതേപോലെ ഒരു വെൽക്കമിങ് കിട്ടണം എന്നില്ല. എന്ന് പറഞ്ഞ പോലെ സൗദി അറേബ്യയ്ക്ക് അങ്ങനെ ഒരു ഇമേജ് ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയാണ് അവർ. അതുകൊണ്ട് തന്നെ അവിടെ വലിയ വലിയ ഈവൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പോൾ Formula 1 റേസിംഗ് ഒക്കെ സൗദി അറേബ്യയിൽ വലിയൊരു ഈവൻ്റ് ആണ് എന്നുള്ള. അവിടേക്ക് ഒരുപാട് ഫോറിനേഴ്സ് വരുന്നു, നല്ല രീതിയിൽ എക്കണോമി മുന്നോട്ട് പോകുന്നു എന്നൊക്കെയുള്ള. പിന്നെ അതുമാത്രമല്ല സൗദി അറേബ്യയിൽ എക്സ്പോ 2030 വരികയാണ് റിയാദിൽ. ഒന്നാമത്തെ കാര്യം എനിക്ക് തോന്നുന്നു 2034 എങ്ങാണ്ടാണെന്ന് തോന്നുന്നു ഫിഫ വേൾഡ് കപ്പ് വരുന്നു, ഏഷ്യൻ ഗെയിംസ് വരുന്നു. ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾക്ക് സൗദി പ്രിപ്പയർ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈ ഇറാനായിട്ടുള്ള പ്രശ്നം അമേരിക്ക കൊണ്ടുപോവുകയാണെങ്കിൽ, അമേരിക്ക ഇറാനെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കൻ ബേസുകൾ സൗദി അറേബ്യ പോലെയുള്ള സ്ഥലങ്ങളിൽ ടെറിട്ടറിയിൽ ഉണ്ടാവും. സൗദി ബേസ് യൂസ് ചെയ്തായിരിക്കും അമേരിക്ക അറ്റാക്ക് ചെയ്യണം. തിരിച്ച് ഇറാൻ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് സൗദി അറേബ്യയിലേക്കായിരിക്കും. അപ്പോൾ സൗദി പ്രിപ്പയർ ചെയ്ത് ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറും അസറ്റ്സും ഒക്കെ ഉണ്ടാക്കി വച്ചിരിക്കുകയാണ് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാമെന്നില്ല. അപ്പോൾ അവർക്ക് വലിയ വലിയ ഈവൻറ്റ് പ്രിപ്പയർ ചെയ്ത് വലിയൊരു എക്കണോമിക് ഗ്രോത്തിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ഇതേപോലുള്ള ഒരു അറ്റാക്ക് അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. പിന്നെയുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട കാര്യം വെച്ചാൽ സൗദി അറേബ്യയുടെ എക്കണോമിയിൽ ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് മുന്നോട്ട് വരികയും ഓയിൽ പ്രൈസസ് താഴോട്ട് നിൽക്കുകയും കൂടെ ചെയ്യുന്നത് സൗദിക്ക് സുഖകരമായിട്ടുള്ളൊരു കാര്യമല്ല. അവർ വലിയൊരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റ് പറഞ്ഞു. എനിക്ക് തോന്നുന്നു വലിയ 170 കിലോമീറ്ററിൽ ഹൊറിസോണ്ടലി സ്പാൻ ചെയ്യുന്ന ഒരു സ്കൈ സ്ക്രേപ്പർ അവർ പ്ലാൻ ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ 2030 നമ്മൾ മനസ്സിലാക്കണം, 2030 അതിൽ ഒരു 2.4 കിലോമീറ്റേഴ്സ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ആദ്യം അവരെന്ന് 170 കിലോമീറ്റേഴ്സിൻ്റെ ആ 170 കിലോമീറ്റേഴ്സ് എന്ന് പറയുന്ന പ്രോജക്റ്റിൽ നിന്ന് മാറി ആ പ്രോജക്റ്റിൻ്റെ ചെറിയ ഒരു ഭാഗം മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ 2030 എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? അവരുടെ കയ്യിൽ കുറച്ചൊരു ഫണ്ടിൻ്റെ കാര്യത്തിൽ ഷോർട്ടേജ് ഉണ്ടെന്നുള്ള. അങ്ങനെ നിൽക്കുന്ന ഒരു എക്കണോമി, ഇതേപോലത്തെ ഒരു അൺസർട്ടനിറ്റി. കാര്യം ഇവർ
മറ്റുള്ള ഏഷ്യൻ ഗെയിംസിനും ഈ പറയുന്ന പോലെ എക്സ്പോയ്ക്ക് വേണ്ടിയിട്ടും ഫുട്ബോൾ വേൾഡ് കപ്പിന് വേണ്ടിയിട്ടും ഒക്കെ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ചെയ്തു വരുമ്പോൾ അതിലൊക്കെ എങ്ങാനും ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അത് സൗദിക്ക് താങ്ങാൻ പറ്റില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഈ സൗദി വളരെ വലിയൊരു ടൈറ്റ് സ്പോട്ടിലാണ്. ഒന്നാമത്തെ കാര്യം, അൺകൺഫേംഡ് റിപ്പോർട്ട്സാണ്. സൗദിയുടെയൊക്കെ പല കാര്യങ്ങളും നമുക്ക് പുറത്തറിയാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ്. സൗദി അറേബ്യയിലെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഏതാണ്ട് 2025 ഈ ലാസ്റ്റോട് കൂടി നോക്കുമ്പോൾ 44 തൊട്ട് 45 ബില്യൺ ഡോളേഴ്സിൻ്റെ ഡെഫിസിറ്റ് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ ഡെഫിസിറ്റ് എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, ഈ സൗദി അറേബ്യ ശരിക്കും പറഞ്ഞാൽ ഈ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ വിൽക്കുന്നത് ഓയിലിൻ്റെ പ്രൈസ് എത്ര, $60 $70 പെർ ബാരലിനും ഇടയ്ക്കാണ് അല്ലേ. സൗദിയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഹൈ ആണ്. $60 $70 ഇടയ്ക്ക് ഓയിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ വിൽക്കുന്നത് സൗദിക്ക് വലിയ രീതിയിൽ പ്രോഫിറ്റ് വരുന്നില്ല. ഇൻഫാക്റ്റ് നഷ്ടമാണ്. കാര്യം സൗദിയുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വെച്ച് നോക്കുമ്പോൾ സൗദിക്ക് സുഖകരമായിട്ട് പൈസ കിട്ടുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അതായത് കിങ്ഡം ഈസ് ഓപ്പറേറ്റിംഗ് ഓൺ എ ലോസ് എന്നുള്ളതാണ് അൺകൺഫേംഡ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് പറയുന്നത്. എന്നാൽ മറ്റുള്ള രാജ്യങ്ങളായിട്ട് നമ്മൾ നോക്കുമ്പോൾ ബ്രസീലിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് വെച്ചാൽ $35 തൊട്ട് $40 പെർ ബാരലാണെന്നാണ് പറയുന്നത്. ഗയാന എന്ന് പറയുന്ന ആഫ്രിക്കൻ കൺട്രിയും ഏതാണ്ട് $35 തൊട്ട് $45 പെർ ബാരലാണ് അവരുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. കാനഡയ്ക്കുമൊക്കെ ഏതാണ്ട് $45 ആണ് അവരുടെ ഒരു ബാരലിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. US-നും ഏതാണ്ട് 40-45 മനസ്സിലാവുന്നത്. അതിനേക്കാളും കൂടുതൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ഉണ്ട് സൗദി അറേബ്യയ്ക്ക്. അപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ക്രൂഡ് വില കുറഞ്ഞ് നിൽക്കുക എന്ന് പറയുന്നത് സൗദിക്ക് അത്ര സുഖകരമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ സൗദിക്ക് ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഏതാണ്ട് 45 ബില്യണോളം $US ഒരു ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഈ ബുദ്ധിമുട്ടൊക്കെ അവർ മറികടക്കാൻ വേണ്ടിയിട്ട് പല റിപ്പോർട്ടുകളും പറയുന്നത് വെച്ചാൽ അവർ ബില്യൺസ് ഓഫ് ബോണ്ട്സ് അവർ ഇഷ്യൂ ചെയ്തു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ജാനുവരിയോട് കൂടിയാണെന്ന് തോന്നുന്നു $12 ബില്യൺ ബോണ്ട് ഇഷ്യൂ ചെയ്ത് പൈസ റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അവർ. സൗദി ആരാംകോൻ്റെ ഒരു സ്റ്റേക്ക്, ഒരു പാർട്ട് സ്റ്റേക്ക് അവർ വിറ്റ് പൈസ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു. അതായത് അവരുടെ എക്കണോമി ആണെങ്കിൽ ഇത്തിരി ടൈറ്റിലുമാണ്, എന്ന വലിയ വലിയ ഈവൻസിന് അവർ കമ്മിറ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എവിടെ നിന്നാണ് ഈ പൈസ ഷോറപ്പ് ചെയ്യണമെന്നുള്ള, അപ്പോൾ അതിന് വലിയ ടൈറ്റായിട്ടാണ് കിങ്ഡം നിൽക്കുന്നത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതായത് ആരാംകോൻ്റെ ഒരു സ്റ്റേക്ക് വിറ്റിട്ട് ആ ഫണ്ട് പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് PIF ഇട്ടിട്ട് മുന്നോട്ട് പോകാനാണ് സൗദി ഉദ്ദേശിക്കുന്നത്. ഇങ്ങനത്തെയൊക്കെ ചെറിയ ബോട്ടിൽ നെക്സിലും കൺസ്ട്രെയിനിലുമാണ് അവർ പൊക്കോണ്ടിരിക്കുന്നതെന്നുള്ള. അപ്പോൾ ഈ സമയത്ത് സപ്പോസ് വാർ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് താങ്ങാൻ സൗദിക്ക് താല്പര്യമില്ല, ഒന്നാമത്തെ കാര്യം. മറുവശത്ത് ഇനിയിപ്പം ഇറാൻ്റെ കാര്യങ്ങളൊക്കെ നന്നായി എന്ന് വിചാരിക്കാം. ഇപ്പം ഇറാന് മേൽ US ഒരു സാങ്ഷൻ വെച്ചിട്ടുണ്ട് അല്ലേ. ആ സാങ്ഷൻ എടുത്തു കളയുകയാണെങ്കിൽ എന്ത് പറ്റും? അതും സൗദി ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്ന്. കാര്യം വെച്ചാൽ റിപ്പോർട്ട് പറയുന്നത്, ഇപ്പം നമ്മൾ നോക്കുമ്പോൾ വോർടെക്സ അല്ലെങ്കിൽ കെപ്ലർ പോലെയുള്ള ഈ ഓയിൽ ഡേറ്റ റീഡ് ചെയ്യുന്ന റിസർച്ച് ഫേംസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഏതാണ്ട് 160 മില്യൺ ബാരൽസ് ഓഫ് ഓയിൽ ഈ ഇറാൻ്റെ കടപ്പുറങ്ങളിൽ ഈ നമ്മൾ പറയില്ലേ ഷാഡോ ഫ്ലീറ്റ്, അതായത് സാങ്ഷൻഡ് ഓയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഫ്ലോട്ടിംഗ് ടാങ്കറിൽ ഷാഡോ ഫ്ലീറ്റിൽ 160 മില്യൺ ബാരൽസ് കിടപ്പുണ്ട് എന്നുള്ള, അതായത് ഗോസ്റ്റ് ഷിപ്പ് അല്ലേ സാർ? ആ ഗോസ്റ്റ് ഷിപ്പ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ഗോസ്റ്റ് ഷിപ്പ് എന്നുള്ളതിനേക്കാളും ഷാഡോ ഫ്ലീറ്റ് എന്ന് പറയുന്നതായിരിക്കും. അതായത് ഈ സാങ്ഷൻഡ് ആയിട്ടുള്ള ഓയിൽ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് അത് കൂടുതലും എനിക്ക് തോന്നുന്നു ഈ മിഡിൽ ഈസ്റ്റിലും സിംഗപ്പൂരിലും ഒക്കെ ട്രേഡേഴ്സാണ്. ഒരു സാങ്ഷൻ ചെയ്ത കൺട്രിയിൽ നിന്ന് മറ്റുള്ളൊരു കൺട്രി നേരിട്ട് ഓയിൽ മേടിക്കില്ല. പകരം ആ ഓയിലിനെ മേടിക്കുന്നത് സിംഗപ്പൂരും ദുബായിലും അബുദാബിയിലും ഒക്കെയുള്ള ഓയിൽ ട്രേഡേഴ്സാണ്. ഓയിൽ ട്രേഡേഴ്സ് ഇതിനെ മേടിച്ചിട്ട് കടലിൽ തന്നെ സ്റ്റോർ ചെയ്യും. കടലിൽ സ്റ്റോർ ചെയ്യണമെന്ന് വെച്ചാൽ കടലിൽ സ്റ്റോർ ചെയ്യുന്നത് ചീപ്പാണ് കരയിൽ സ്റ്റോർ ചെയ്യണേ. കരയിൽ സ്റ്റോർ ചെയ്യുമ്പോൾ ഒരുപാട് എന്താ പറയുക, ഒരു ഹസാഡസ് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂ ഉണ്ട് കടലിലാണ്. അപ്പോൾ ഏതാണ്ട് കെപ്ലറിൻ്റെയും ഈ വോർടെക്സയും പറയുന്ന 160 മില്യൺ ബാരൽസ് ഓഫ് ഓയിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഇറാന് മേലുള്ള സാങ്ഷൻ എടുത്ത് കളയുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് ഇത്രയും ഓയിൽ മാർക്കറ്റിലേക്ക് നേരെ ഫ്ലോ ചെയ്യും, ഓയിലിൻ്റെ സപ്ലൈ അങ്ങ് കൂടും. ഇത് കൂടാതെ തന്നെ സാങ്ഷൻ എടുത്ത് കളഞ്ഞാൽ ഇറാന് സ്വന്തമായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാമല്ലോ ഡെയിലി. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ കടലിൽ കിടക്കുന്ന ഓയിലിനെ കുറിച്ചാണ് 160 മില്യൺ ബാരൽസ് പറഞ്ഞത്. ഇത് കൂടാതെ 1 to 2 മില്യൺ ബാരൽസ് ഓഫ് ഓയിൽ ഒരു ദിവസം പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ കഴിവുള്ളതാണ് ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം. അപ്പോൾ ഇത്രയും ഓയിൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ എന്തു പറ്റും?
ഓയിലിൻ്റെ സപ്ലൈ കൂടും. ഓയിലിൻ്റെ സപ്ലൈ കൂടുമ്പോൾ എന്ത് പറ്റും? ഓയിലിൻ്റെ പ്രൈസ് ഭയങ്കരമായിട്ട് കുറയും. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് $60, $63, $64 പെർ ബാരൽ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ചിലപ്പോൾ $50 പെർ ബാരലോ $40 പെർ ബാരലിലേക്കോ ഓയിൽ പ്രൈസസ് താഴാനുള്ള ചാൻസ് ഉണ്ട്. ഇത് സൗദി അറേബ്യ 60 നിൽക്കുമ്പോൾ തന്നെ സൗദി അറേബ്യയ്ക്ക് സന്തോഷം തരുന്ന കാര്യമല്ല. 60-65 പെർ ബാരലിൽ നിൽക്കുന്നത് തന്നെ സൗദി അറേബ്യയ്ക്ക് ഒരു ലോസ് ആയതുകൊണ്ട് 50-40 താഴുക എന്ന് പറഞ്ഞാൽ സൗദിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. അപ്പോൾ സൗദി സാധാരണ എന്ത് ചെയ്യണം? സാധാരണ OPEC+ കൺട്രീസ് എന്താ ചെയ്യുന്നത്? സപ്ലൈ കൂടുമ്പോൾ പ്രൊഡക്ഷൻ അങ്ങ് കട്ട് ചെയ്യും. അപ്പോൾ മാർക്കറ്റിലേക്ക് വരുന്ന സപ്ലൈ കുറയും. അപ്പോൾ സൗദി അറേബ്യ നല്ല രീതിയിൽ ഓയിൽ മാർക്കറ്റിലേക്ക് പുഷ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ സൗദി ഈ ഓയിൽ പ്രൈസസ് തിരിച്ചൊന്ന് ഫേം അപ്പ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? അവരുടെ പ്രൊഡക്ഷൻ കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അവർക്ക് കുറയ്ക്കാൻ പറ്റില്ല. കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. കാര്യം അവർ കുറച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിലേക്ക് ബ്രസീലും ഗയാനയും പോലത്തെ കൊണ്ടുവന്ന് ആ ഗ്യാപ്പ് അങ്ങ് ഫില്ല് ചെയ്യും. അതും വില കുറച്ച രീതിയിൽ ഫില്ല് ചെയ്യും എന്നുള്ളതാണ്. അത് സൗദിക്ക് എങ്ങനെ വന്നാലും ഈ ഓയിൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു നൂലാമാല, ഒരു കുരിശായിട്ട് മാറി എന്നുള്ളതാണ് അതിനകത്ത് വരുന്നത് എന്നുള്ള. അത് മാത്രമല്ല, അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ ഒരു ലോവർ ഓയിൽ പ്രൈസസ് ഒരിക്കലും സൗദി അറേബ്യയ്ക്ക് സന്തോഷം തരുന്നില്ല എന്നുള്ള. അപ്പം നമ്മൾ ഈ പറയുന്ന പോലെ ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. വെനിസ്വേല കൈയടക്കിയിട്ട് US ആ ഓയിലും കൂടെ ഇത്രയും നാൾ സാങ്ഷൻഡ് ആയിട്ട് മാർക്കറ്റിൽ വരാത്ത ഓയിലും കൂടി ഇനി ഇറക്കുകയും കൂടെ ചെയ്യുമ്പോൾ ബ്രസീലും ഗയാനയും വെനിസ്വേല എല്ലാം കൂടെ വരുമ്പോൾ ഈ പറയുന്ന പോലെ സൗദി ഒരു ടൈറ്റ് സ്പോട്ടിലാവും എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ഇതെല്ലാം ഞാൻ പറയുന്നത് സപ്ലൈ സൈഡിലാണ്. ഇനി ഡിമാൻഡ് സൈഡ് നോക്കുകയാണെങ്കിലോ, ഡിമാൻഡ് സൈഡും നമ്മൾ ഈ പറയുന്ന പോലെ ഇപ്പോൾ നമ്മൾ നോർവേ പോലുള്ള രാജ്യം എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ഓയിൽ ആൻഡ് ഗ്യാസ് എക്സ്പോർട്ടിംഗ് നേഷൻ. അവർ വലിയൊരു ഗ്ലോബൽ പ്ലെയറാണ് ഈ നോർവേ എന്ന് പറയുന്ന യൂറോപ്യൻ രാജ്യം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഗ്ലോബൽ ഓയിൽ ഔട്ട്പുട്ടിൻ്റെ 2%, നാച്ചുറൽ ഗ്യാസിൻ്റെ ഗ്ലോബൽ ഔട്ട്പുട്ടിൻ്റെ 3% നോർവേയിൽ നിന്നാണ് വരുന്നത്. നോർവേ ഈസ് വൺ ഓഫ് ദ മേജർ പ്ലെയർ. അവരുണ്ടല്ലോ, അവർ ഈ പറയുന്ന പോലെ അവരുടെ എക്സ്പോർട്ടിൻ്റെ ഏതാണ്ട് 60-65% തന്നെ ഈ പറയുന്ന പോലെ ഓയിലും ഗ്യാസും എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിട്ടിരിക്കുന്ന എക്കണോമിയാണ്. അതിൽ നിന്ന് നല്ല രീതിയിൽ റവന്യൂ നോർവേ എന്ന് പറയുന്ന രാജ്യത്തിന് വന്നിട്ട് നോർവേയിലെ സിറ്റിസൻസിന് വലിയ സോഷ്യൽ സ്കീംസും ബെനിഫിറ്റ്സുമാണ് ഓയിൽ കൊടുക്കുന്നത്, ഈ നോർവേ കൊടുക്കുന്നത്. അത് മാത്രമല്ല, എക്സസ് ആയിട്ട് വരുന്ന ഈ ഓയിൽ മണി ഉപയോഗിച്ച് അവരുടെ രാജ്യത്തിന് ഒരു ഇൻവെസ്റ്റബിൾ ഫണ്ട് ഉണ്ടാക്കി. അതിനാണ് നമ്മൾ സോവറിൻ വെൽത്ത് ഫണ്ട് SWF എന്ന് പറയുന്നത്. നോർജസ് ബാങ്ക് എന്ന് പറയുന്ന നോർവേ ബാങ്ക്, നമ്മളിവിടെ SBI എന്ന് പറയും പോലെ, അവരെ നോർജസ് ബാങ്കിൽ അവർ ഈ ഓയിൽ വിറ്റുണ്ടാക്കുന്ന എക്സസ് മണി, ഓയിൽ പ്രോഫിറ്റ്സ് ഉപയോഗിച്ച് ഒരു സോവറിൻ വെൽത്ത് ഫണ്ട് രാജ്യത്തിന് വേണ്ടി ഉണ്ടാക്കി നോർജസ് ബാങ്കിൻ്റെ കൊടുത്തിട്ട് ട്രില്യൺസ് ഓഫ് ഡോളർ ലോകത്തിലെ പല അസറ്റ്സിലും ഇൻവെസ്റ്റ് ചെയ്യാൻ, സ്റ്റോക്സ്, ബോണ്ട്സ്, റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്നും കൂടി പ്രോഫിറ്റ് ഉണ്ടാക്കി പോകുന്ന രാഷ്ട്രമാണ് നോർവേ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് മനസ്സിലായല്ലോ നോർവേ എന്ന് പറയുന്നത് എന്തൊരു വലിയ പ്ലെയറാണ് ഓയിൽ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിൽ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നോർവേയുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള പവർ കൺസംഷൻ അവർ ഡ്രൈവ് ചെയ്യണത് ഈ ഓയിൽ കൊണ്ടല്ല. അവരെന്താ ചെയ്യുന്നത്? ഹൈഡ്രോ ഇലക്ട്രിക് ആയിട്ടുള്ള ഗ്രീൻ എനർജി ഇനിഷ്യേറ്റീവ്സിൽ കൂടെയാണ്. അതായത് അവരുടെ ഡൊമസ്റ്റിക് കൺസംഷനും ഗ്രീനാണ്. അവരുണ്ടാക്കുന്ന ഈ ഓയിൽ, ഫോസിൽ ഫ്യൂവൽസ് പറഞ്ഞാൽ കൂടുതലും എക്സ്പോർട്ട് ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന രാഷ്ട്രമാണ്. എന്നിട്ട് പോലും ആ നോർവേയിൽ 2025 കണക്ക് നോക്കുകയാണെങ്കിൽ എവ്രി ന്യൂ കാർ സോൾഡ്, പുതിയതായിട്ട് സെല്ല് ചെയ്ത കാറിൻ്റെ 95-96% ഇലക്ട്രിക് വെഹിക്കിൾസാണ് വിറ്റത്. ഇത്രയും വലിയൊരു ഓയിൽ എക്കണോമിക്ക് ഈ പറയുന്ന പോലെ ഈ IC എൻജിൻസ് അല്ല, ഇൻറ്റേർണൽ കമ്പൻഷൻ എൻജിൻസ് അല്ല പോയിരിക്കുന്നത്, EV വെഹിക്കിൾസ് ആണ് പോയിരിക്കുന്നത്. ഡോമിനേറ്റഡ് ബൈ ടെസ്ല, പിന്നെ വോക്സ് വാഗൺ, പിന്നെ എനിക്ക് തോന്നുന്നു ചൈനീസ് കമ്പനീസ് എല്ലാം കൂടെ ചേർന്ന് 13%. അതിൽ ഏറ്റവും വലിയ പ്ലെയർ BYD ആണെന്നുള്ള. അപ്പോൾ അങ്ങനത്തെ ഒരു എക്കണോമിയെക്കുറിച്ചാണ് ഇനി പല എക്കണോമിയും മാറുന്നത്. അതായത് ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ യൂസേജ് കൂടി വരുന്നതല്ല. അപ്പോൾ നമ്മൾ ഈ ഡിമാൻഡ് സൈഡിലും അതിനകത്തൊരു ഇടി വരുന്നുണ്ട്, സപ്ലൈ സൈഡിലും ഓവർ സപ്ലൈയും വരുന്നുണ്ട് എന്ന് പറയുന്നത് സൗദിക്ക് സുഖകരമായിട്ടുള്ളൊരു കാര്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ സൗദിയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പാർട്ട് പ്ലേ ചെയ്തത്. സൗദി ദേ ഡോണ്ട് വാണ്ട് എ വാർ ആൻഡ് ദേ ഡോണ്ട് വാണ്ട് പീസ്. അവർക്ക് യുദ്ധവും വേണ്ട, പീസും വേണ്ട എന്നുള്ള, സമാധാനവും വേണ്ട എന്നുള്ള രീതിയിൽ അവരുടെ ഏറ്റവും വലിയ ഐഡിയൽ കണ്ടീഷൻ എന്താ?
പഴയ പോലെ ഇറാനിൽ മേൽ സാങ്ഷൻ നിന്ന് പോയാൽ മാത്രം മതി, യുദ്ധം വേണ്ട എന്നുള്ള. അപ്പോൾ ചാൻസസ് ആർ ദാറ്റ്, ഇതൊക്കെ അൺകൺഫേംഡ് റിപ്പോർട്ട്സ് ആണ്, നമ്മൾ പലയിടത്തുനിന്നും എടുക്കുന്ന ഡേറ്റ എന്നാണ് പറയുന്നത്. സോ ചാൻസസ് ആർ ദാറ്റ് US-നെ ഒന്ന് വിലക്കി റെസ്ട്രിക്റ്റ് ചെയ്ത് ബാക്കിലോട്ട് വലിക്കുന്നത് സൗദി അറേബ്യയുടെ ഈ ഒരു സ്റ്റാൻഡ് ആയിരിക്കണം. സൗദി അറേബ്യ അതിന് വേണ്ടിയിട്ട് ഒമാനെയും ഈ പറഞ്ഞ പോലെ ഖത്തറിനെയും കൂടെ കൂട്ടുപിടിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ബട്ട് ട്രംപ് ഇസ് ട്രംപ്, അദ്ദേഹത്തിന് ഒരു രീതിയിൽ ഇതൊന്നും മാറ്റാൻ പറ്റില്ല. താൽക്കാലികമായിട്ട് അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞെങ്കിലും ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്ത പോലെ മിലിറ്ററി അസറ്റ്സ് ഈ പറയുന്ന പോലെ വെസ്റ്റ് ഏഷ്യയിലേക്ക് മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ട്രംപ് എപ്പോഴെങ്കിലും ആക്ട് ചെയ്യുമോ ഇല്ലേ എന്നുള്ള കാര്യം നമുക്കറിയില്ല. കാര്യം ട്രംപിനെ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തിയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ സ്റ്റോക്ക് മാർക്കറ്റ് ചിലപ്പോൾ വോളട്ടൈൽ ആവാനായിരിക്കും സാധ്യത എന്നുള്ളത് ഒരു സൈഡിൽ കൂടി. നമ്മൾ ഇനിയിപ്പോൾ മറ്റുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വാൾ സ്ട്രീറ്റിലെ ഒരു ക്യൂസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ട്രോങ് ഗെയിൻസോട് കൂടിയാണ് വാൾ സ്ട്രീറ്റ് ഇന്നലെയും ക്ലോസ് ചെയ്തതെന്നുള്ള. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൂപ്പർ സ്റ്റാർ തായ്വാൻ ബേസ്ഡ് ആയിട്ടുള്ള സെമി കണ്ടക്ടർ കമ്പനി TSMC അല്ലേ, അതായത് തായ്വാൻ സെമി കണ്ടക്ടർ കോർപ്പറേഷൻ എന്ന് പറയുന്ന കമ്പനി, എനിക്ക് തോന്നുന്നു അവരുടെ പ്രോഫിറ്റ്സ് 35% ആണ് ഇൻക്രീസ് ചെയ്തത്. അത് കാരണം തന്നെ സ്റ്റോക്ക് 5% അപ്പായിരുന്നു എന്നുള്ള. പിന്നെ അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു അവിടെ ഏർണിങ്സ് വന്ന മോർഗൻ സ്റ്റാൻലി, ഗോൾഡ്മാൻ സാക്സിൻ്റെയൊക്കെ സ്റ്റോക്സിന് നല്ല പെർഫോമൻസ്. എനിക്ക് തോന്നുന്നു ഗോൾഡ്മാൻ സാക്സ് 4% അപ്പായിരുന്നു, മോർഗൻ സ്റ്റാൻലി 6% അപ്പായിരുന്നു. അപ്പോൾ നമ്മൾ ഇൻഡിസസിലേക്ക് നോക്കുകയാണെങ്കിൽ വാൾ സ്ട്രീറ്റിൽ S&P 500 0.26% അപ്പായിരുന്നു, നാസ്ഡാക്ക് 0.25% അപ്പായിരുന്നു, ഡൗ ജോൺസ് 0.6% അപ്പായിരുന്നു എന്നുള്ള. ഈ TSMCയെ കുറിച്ച് പറഞ്ഞല്ലോ, റിസൾട്ട്സ് നന്നായിരുന്നു, 35% പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടായി, ഏതാണ്ട് സ്റ്റോക്ക് 5% കയറി എന്ന് പറയുന്നത്. അതായത് ഈ TSMC എന്ന് പറയുന്നത് അമേരിക്കൻ മാർക്കറ്റ് ലിസ്റ്റഡ് ആണെങ്കിലും അവരുടെ കൂടുതൽ ഫൗണ്ടറി, ഈ TSMC എന്ന് പറയുന്ന കമ്പനി എന്താ, വലിയ വലിയ കമ്പനീസിന് സെമി കണ്ടക്ടർ ഉണ്ടാക്കി കൊടുക്കുന്ന, സെമി കണ്ടക്ടർ ചിപ്സ് ഉണ്ടാക്കി കൊടുക്കുന്ന കമ്പനിയാണ്. അതിനാണ് ഫൗണ്ടറി എന്നാണ് നമ്മൾ പറയുന്നത്. മറ്റുള്ള കമ്പനിക്ക് വേണ്ടി ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആരൊക്കെ, NVIDIA, AMD, ആപ്പിൾ, ക്വാൽകോം, മീഡിയ ടെക് പോലെയുള്ള കമ്പനിക്ക് സെമി കണ്ടക്ടർ ചിപ്സ് ഉണ്ടാക്കി കൊടുക്കുന്ന ഫൗണ്ടറിയാണ് TSMC. TSMCയുടെ മേജർ അസറ്റ്സ് അവർ US മാർക്കറ്റിലാണ് ലിസ്റ്റഡ് എങ്കിലും അവരുടെ ഫൗണ്ടറീസ് കൂടുതലും അവരുടെ ടൈവാനിൽ തന്നെയാണ് ാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ അവർക്ക് USA-ലുണ്ട്, ജപ്പാനിലുണ്ട്, ജർമ്മനിയിലുണ്ട്, ചൈനയിലുമൊക്കെ അവർ ഫൗണ്ടറി ഉണ്ട്. എങ്കിലും അവരുടെ മെയിൻ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന പോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ടൈവാനിൽ തന്നെയാണ് എന്നുള്ള. ഈ TSMC ആണ് ഈ പറയുന്ന പോപ്പുലറായിട്ടുള്ള സെമി കണ്ടക്ടർ ചിപ്സിൻ്റെ കൂടുതൽ മാർക്കറ്റ് ഷെയറും അവരുടെ കയ്യിലാണ്. 70 തൊട്ട് 75 അവരുടെ 75% അവരുടെ കയ്യിലാണെന്നുള്ളത്. അവരുടെ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സാംസങ്ങിനൊക്കെ എനിക്ക് തോന്നുന്നു 8% ഉള്ളൂ, 8 തൊട്ട് 10%. പിന്നെ ഒരു കോമ്പറ്റീറ്റർ SMICക്ക് എനിക്ക് തോന്നുന്നു 6%. പിന്നെ UMC എന്ന് പറയുന്നത് ഏതാണ്ട് 5% താഴെ മാർക്കറ്റ് ഷെയർ ഉള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഇൻ്റലുണ്ട്. ഇവരൊക്കെ TSMC വെച്ച് നോക്കുമ്പോൾ വലിയ പ്ലെയർ അല്ല. TSMC ആണ് ഗ്ലോബലായിട്ടുള്ള മോസ്റ്റ് പോപ്പുലർ, ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള, ഏറ്റവും പവർഫുൾ ആയിട്ടെന്നുള്ള അല്ല ഞാൻ പറയുന്നത്, മോസ്റ്റ് പോപ്പുലറായിട്ട് ഒരുപാട് സാധനങ്ങളിൽ ഉപയോഗിക്കുന്ന സെമി കണ്ടക്ടർ ചിപ്സ് ഉണ്ടാക്കുന്ന കമ്പനിയാണ് TSMC എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ TSMCയുടെ കാര്യത്തിൽ ഒരു ചെറിയൊരു പ്രശ്നം വെച്ചാൽ, ഈ TSMCയുടെ റിസൾട്ട് നല്ലായിരുന്നു, 35% 5% US സ്റ്റോക്ക് മാർക്കറ്റിൽ കയറി. വെനിസ്വേല കയറി US അവിടുത്തെ പ്രസിഡൻറ്റിനെ പിടിച്ചിട്ട് അവരുടെ ഓയിൽ മാർക്കറ്റിനെ അവർ കൺട്രോൾ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആയിട്ടുള്ള രാജ്യം ഏതാണെന്നറിയോ? ചൈനയാണ്. കാര്യം എന്ന് വെച്ചാൽ ചൈനയിലേക്കാണ് ഈ പറയുന്നത്, ചൈനയാണ് കൂടുതലും ഇവരുടെ സാങ്ഷൻഡ് ആയിട്ടുള്ള ഓയിൽ മേടിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നതെന്നുള്ളത്. അപ്പോൾ വെനിസ്വേലയിൽ കയറി ചോക്ക് ചെയ്യുന്നത് കാരണം ചൈനയ്ക്ക് ഇൻഡയറക്റ്റ്, നമ്മളിപ്പോൾ പറയുന്നത് എന്താ, നിക്കോളാസ് മഡൂറോൻ്റെ ഭരണം ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള രീതിയിലാണ് US അറ്റാക്ക് ചെയ്തതെന്ന് പറയുമ്പോൾ മറ്റൊരു വശത്ത് എന്താണെന്ന് വെച്ചാൽ ചൈനയ്ക്കിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു പണി കൊടുക്കാമെന്നും കൂടെ ട്രംപിന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വെനിസ്വേലയിൽ കയറി ചോക്ക് ചെയ്തത് എന്നുള്ളതാണ്. അതിന് ഇപ്പുറത്ത് ചൈന മറുപണി ചെയ്യുന്നതാണോ എന്നറിയില്ല. ചൈന പറയണത് എന്താ, ചൈന ഈസ് റൊമാൻസിങ് വിത്ത് ടൈവാൻ. അതായത് ടൈവാൻ എന്ന് പറയുന്ന ഐലൻഡിന് ചുറ്റും സബ്മറീൻസ് കൊണ്ട് നടക്കുക, അല്ലെങ്കിൽ കോസ്റ്റ് ഗാർഡിനെ അയക്കുക, എയർക്രാഫ്റ്റ്സ് ഫ്ലൈ ചെയ്യുക, വെള്ളത്തിൽ ബോംബ് ചെയ്യുക, സ്വന്തം ഭാഗമാണ്, നമുക്ക് അത് തിരിച്ചെടുക്കണം എന്നുള്ള രീതിയിൽ ഒരു ഇമോഷൻ ടൈവാന് മേൽ ചൈന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഡിസ്റ്റർബൻസ് ആണ്. കാര്യം നമ്മളെ സംബന്ധിച്ച് എന്താ, ഈ ടൈവാനിലാണ് ഈ സെമി കണ്ടക്ടർ ചിപ്സിൻ്റെ പല കാര്യങ്ങളും ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക ഏതൊക്കെ ഇൻഡസ്ട്രീസ് ആണെന്നുള്ളത്. AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡേറ്റാ സെൻറ്റർ, ഓട്ടോമൊബൈൽ, മൊബൈൽ ഫോൺ, റഡാർ, ഡിഫൻസ് സിസ്റ്റം, എയറോസ്പേസ്, ഇതിനൊക്കെ ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ വെനിസ്വേലയിൽ കൂടുതൽ US കളിക്കുകയാണെങ്കിൽ കഷ്ടകാലത്തിന് ഇപ്പോൾ ചൈന കയറി ടൈവാനിൽ അടിക്കുകയാണെങ്കിൽ ലോകത്ത് ഈ പറയുന്ന ഇൻഡസ്ട്രിക്കുള്ള സെമി കണ്ടക്ടറിനൊക്കെ വലിയൊരു ഷോർട്ടേജ് വരാനും ചാൻസ് ഉണ്ട് എന്നുള്ള. അത് കാരണം ഇതിൻ്റെയൊക്കെ പ്രൈസസ് പോകാനും വലിയ ചാൻസസ് വളരെ ഹൈ ആണ് എന്നുള്ളതാണ് അതിനകത്ത് മനസ്സിലാവുന്നത്. അപ്പോൾ ഇപ്പോൾ നോക്കൂ, ചൈനയുടെ ചുറ്റുവട്ടത്തുള്ള ടൈവാനായിട്ട് ഇപ്പോൾ വിഷ്ണു പറഞ്ഞ പോലെ തന്നെ ഒരു ട്രേഡ് ഡീൽ സൈൻ ചെയ്തു. 15% ട്രേഡ് ഡീൽ US സൈൻ ചെയ്തു എന്ന് പറഞ്ഞ് ടൈവാനെ പാട്ടിലാക്കാൻ നോക്കുമ്പോൾ അത് ചൈനയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ത്രട്ടാണ്. എന്നാൽ ചൈന തിരിച്ചു വിട്ടിട്ടില്ല. ചൈന എന്ത് ചെയ്തു, വെനിസ്വേലയെ കയറി കൈ US വച്ചതോടുകൂടി
കാനഡയായിട്ട് ഒരു എനർജി പാക്റ്റ് ചൈന ചെയ്യുകയാണ്. കാനഡ ഈ പറയുന്ന പോലെ US ഒരു ത്രെട്ടായിട്ട് മാറിയിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഗ്ലോബൽ സിറ്റുവേഷൻ നല്ല സുഖത്തിലല്ല എന്നുള്ളതാണ്. പിന്നെ വാൾസ്ട്രീറ്റിലേക്ക് നമ്മൾ വരുമ്പോൾ ജോബ്ലെസ് ക്ലെയിംസ് എന്നൊക്കെ പറയുന്നത് ഫോൾസ് ടു ലോവസ്റ്റ് ലെവൽ സിൻസ് നവംബർ എന്നുള്ളത് ഒരു ഡേറ്റ. രണ്ടാമത് ഈ മാനുഫാക്ചറിങ്ങിൻ്റെ ഹെൽത്ത് കാണിക്കുന്ന അമേരിക്കയിൽ കാണിക്കുന്ന 2 ഇൻഡെക്സ് ഉണ്ട്. ഒന്ന് എംപയർ സ്റ്റേറ്റ് മാനുഫാക്ചറിങ് ഇൻഡെക്സ്, രണ്ടാമത് ഫില്ലി ഫെഡ് ഇൻഡെക്സ്. ഇതും ശരിക്കും പറഞ്ഞാൽ എക്സ്പെക്റ്റേഷനേക്കാളും നല്ലതായിരുന്നു എന്നുള്ളതാണ്. പിന്നെ പ്രഷ്യസ് മെറ്റൽസിലേക്ക് നമ്മൾ വന്നല്ലോ. ഈ പറയുന്ന പോലെ നമ്മളിപ്പോൾ ജിയോ പൊളിറ്റിക്സിൻ്റെ കാര്യത്തിൽ ചെറുതായിട്ടൊന്ന് കൂൾ ഓഫ് വരികയും പിന്നെ അതുമാത്രമല്ല ട്രംപ് പറഞ്ഞു ക്രിട്ടിക്കൽ മിനറൽസിൻ്റെ മുകളിൽ ഞാൻ അധികം ടാരിഫ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കാരണത്താലും അതുമാത്രമല്ല നമ്മൾ നോക്കുമ്പോൾ US ഡോളർ ഇൻഡെക്സ് നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്യുന്നു. ഏതാണ്ട് 99.49, അതായത് 6 മന്ത് ഹൈയിലേക്ക്, അത് 6 വീക്ക് ഹൈയിലേക്ക് പോയി. അപ്പോൾ ഈ 2-3 കാരണങ്ങൾ കൊണ്ട് തന്നെ ഗോൾഡും സിൽവറും ചെറുതായിട്ടൊന്ന് താഴേക്ക് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സിൽവർ 90.11 ആണ്. എനിക്ക് തോന്നുന്നു 2.38% ഡൗൺ ആയിരുന്നു. ഒരിടയ്ക്ക് 6% തൊട്ട് 7% വരെ ഡൗൺ ആയിരുന്നു. പിന്നെ അതൊന്ന് റീകൂപ്പ് ചെയ്തു എന്നുള്ളതാണ്. സ്പോട്ട് ഗോൾഡ് ഞാൻ നോക്കുമ്പോൾ അതും ഡൗൺ ആണ്. ഏതാണ്ട് $, 4,592 പെർ ട്രോയ് ഔൺസിൽ ട്രേഡ് ചെയ്യണം. നമുക്കറിയാലോ ജാനുവരി 14 ഓൾ ടൈം ഹൈ 4,648 പെർ ട്രോയ് ഔൺസ് US ഡോളേഴ്സിലേക്കാണ് അത് വന്നിരുന്നത് എന്നുള്ളതാണ്. പല്ലഡിയവും പ്ലാറ്റിനം പോലത്തെ പ്രഷ്യസ് മെറ്റൽസ് നോക്കുമ്പോഴും 2-3% ഡൗൺ ആയിരുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് വീക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ തിങ്കളാഴ്ച US മാർക്കറ്റ് ക്ലോസ്ഡ് ആണെന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. പിന്നെ ഡാവോസിൽ വേൾഡ് എക്കണോമിക് ഫോറം തുടങ്ങുകയാണ്. കേരളത്തിൽ നിന്നുള്ള റെപ്രസെൻറ്റേഷനും കൂടെ ഉണ്ടെന്നുള്ള. ട്രഷറി മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ട്രഷറി മാർക്കറ്റ് US 10-year ബോണ്ട് ഈൽഡ് 4.16% ട്രേഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഗ്ലോബൽ ക്യൂസിൽ നോക്കാൻ നേരത്ത് ഈ പറയുന്ന പോലെ ജിയോ പൊളിറ്റിക്സ് ആണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ ഇഷ്യൂ എന്നുള്ളത്. അതും കൂടെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ പോകും. നമ്മളിനി ബഡ്ജറ്റിലേക്ക് പോകും. അത് ഫെബ്രുവരി 1 ബഡ്ജറ്റാണ്. മൈഫിൻ്റെ വക സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഫുൾ ഡേ കവറേജ് തന്നെ മൈഫിൻ്റെ ഭാഗത്തു നിന്നും ബഡ്ജറ്റ് ഡേ ഉണ്ടാവും എന്നുള്ള കാര്യം നമ്മൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. മാർക്കറ്റിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ IT സ്റ്റോക്സ് നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഹെഡ്ലൈൻ റിസൾട്ട്സ് മോശമാണ് എന്ന് കാണിക്കുമ്പോൾ പ്രോഫിറ്റ്സും ഏർണിങ്സും റവന്യൂ മോശമാണെന്ന് കാണിക്കുമ്പോഴും സ്റ്റോക്ക് എന്തുകൊണ്ട് കയറണു എന്ന് പറഞ്ഞാൽ ഈ നെഗറ്റിവിറ്റി ഒക്കെ ഓൾറെഡി പ്രൈസിൽ ഡിസ്കൗണ്ട് ചെയ്തതായിരിക്കാം. ഈ പറയുന്ന പോലെ കമ്പനി ഇനി ഫ്യൂച്ചർ ഗൈഡൻസ് Q4-ഉം അടുത്ത FY 26-27 ഫിനാൻഷ്യൽ ഇയറിലെയും കൂടെ കാര്യങ്ങൾ നല്ല രീതിയിൽ ഒരു ഗൈഡൻസ് തന്നുകൊണ്ട് ആ സ്റ്റോക്കുകൾ അപ്പായിരിക്കുന്നു എന്നുള്ളതാണ്. ബട്ട് ഈവൻ ദെൻ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇറാൻ്റെ ആ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ, ഗ്രീൻലാൻഡ് ഇഷ്യൂ ഇന്നും നിലനിൽക്കുന്നു. ബിക്കോസ് ട്രംപ് ഇസ് ട്രംപ്. അതുകൊണ്ട് അത് മനസ്സിൽ വെച്ചിട്ട് വേണം ഈ പറയുന്ന പോലെ കാര്യങ്ങളെ മുന്നോട്ട് നീക്കാനെന്ന് പറയുന്നു. അതോടുകൂടി ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് അവസാനിക്കുന്നു. OT വിഷ്ണു. സുരേഷ് സാർ, ഇനി എന്തായാലും നമ്മുടെ ഒരു എപ്പിസോഡിൻ്റെ അവസാന സമയമാകാൻ പോകുന്നു. താങ്കൾക്ക് എന്താണ് ഇനി പ്രേക്ഷകരോട് അവസാനമായി പറയാനുള്ളത് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ? നമുക്കിപ്പോൾ 2026 തന്നെ നമ്മൾ പറഞ്ഞു, അതായത് നമ്മൾ ഇനി വരാൻ പോണ ദിവസങ്ങളിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഇതേപോലെ ഒരു അണ്ടർ പെർഫോമൻസ് നിലനിൽക്കുകയാണെങ്കിൽ വി ആർ ഗോയിങ് അഹെഡ് വിത്ത് ദ ബഡ്ജറ്റ്, അല്ലേ? നമ്മൾ ഏതാണ്ട് ഫെബ്രുവരി 1 ആകുമ്പോഴത്തേക്കും ബഡ്ജറ്റ് എന്ന് പറയുന്ന കാര്യത്തിലേക്ക് നമ്മൾ നടക്കുന്നു എന്നല്ല. ഇനി വരാൻ പോകുന്ന ഓരോ ദിവസങ്ങളിലും നമ്മളെ ഹിറ്റ് ചെയ്യാൻ പോകുന്നത് പല ടൈപ്പുള്ള റൂമേഴ്സാണ്. അതായത് ഇന്ന സെക്ടറിലായിരിക്കും ഗുണകരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഗവൺമെൻറ് ഇന്നതൊക്കെ റിഫോംസ് കൊണ്ടുവരാൻ പോകുന്നു. ഒരു കാര്യം, അത് കഴിവതും മാർക്കറ്റിൽ ഞാനിപ്പോൾ കേട്ട് തുടങ്ങിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യമായിട്ട് ആൾക്കാർ പറയുന്നുണ്ട്. ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് കൂട്ടിയത് കാരണം ഇന്ത്യൻ മാർക്കറ്റ് നല്ല രീതിയിൽ കറക്റ്റ് ചെയ്തു. അത് ആവാതിരിക്കാം, അത് എന്ത് വേണമെങ്കിലും അറിയാം. കാര്യം ഇപ്പോൾ ഏതായാലും ക്യാപിറ്റൽ ഗെയിൻസിനെ കുറിച്ച് പലർക്കും നമുക്ക് ഈ ഫിനാൻഷ്യൽ ഇയർ സങ്കടപ്പെടേണ്ട കാര്യമില്ല. കാര്യം ഗെയിൻസ് ഉണ്ടെങ്കിൽ ടാക്സ് ഉള്ളൂ എന്നുള്ളതാണ്. പലർക്കും ഗെയിൻസ് ഇല്ല, ലോസസ് ആയതുകൊണ്ട് ക്യാപിറ്റൽ ഗെയിൻസിനെ കൊണ്ട് നമുക്ക് ഈ കൊല്ലം ബുദ്ധിമുട്ടുണ്ടാവില്ല. ബട്ട് ഈവൻ ദെൻ അതൊരു എന്താ പറയുക, ഒരു ഹേർഡിലായിട്ട് നമ്മുടെ മുന്നിൽ എപ്പോഴും നിൽക്കുന്നു എന്നുള്ള വളരെ വലിയ രീതിയിൽ കൂട്ടി എന്നുള്ളൊരു ആക്ഷേപം എനിക്കും ഉണ്ട് എന്നുള്ളത്. അതായത് ഇൻക്രിമെൻ്റലായിട്ട് കൂട്ടുന്നതിന് പകരം വലിയ രീതിയിൽ കൂട്ടി എന്നുള്ളതാണ്. കൂട്ടിയെന്ന് മാത്രമല്ല, ഈ ക്യാപിറ്റൽ ഗെയിൻസ് കുറയ്ക്കുന്ന സമയത്താണ് STT പണ്ട് കൊണ്ടുവന്നത്. STT എന്തിനാണ് കൊണ്ടുവന്നത്? ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ ബെനിഫിറ്റ് ഇൻവെസ്റ്റേഴ്സിനും ട്രേഡേഴ്സിനും കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ക്യാപിറ്റൽ ഗെയിൻസിൻ്റെ റിഡക്ഷൻ അവിടെ വരാൻ വേണ്ടിയിട്ടാണ് STT ഒന്ന് കൊണ്ടുവന്നതെന്നുള്ളത്. ഇപ്പോൾ എന്താ പറ്റിയത്? STT ഉണ്ട്, ക്യാപിറ്റൽ ഗെയിൻസും ഉണ്ട്. മാർക്കറ്റിൽ ഇപ്പോൾ ഒരു റൂമർ പറയുന്നത് വെച്ചാൽ ഗവൺമെൻറ് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് എടുത്ത് കളഞ്ഞിട്ട് STT മാത്രമാക്കും, പക്ഷേ STTയുടെ റേറ്റ് കൂട്ടും എന്നുള്ള രീതി. അങ്ങനെ നടക്കാൻ യാതൊരു ചാൻസും ഇല്ല എന്നുള്ളതാണ് കാര്യം. ക്യാപിറ്റൽ ഗെയിൻസ് വഴി ഈ കൊല്ലം ഗവൺമെൻറ് കിട്ടിയില്ലെങ്കിലും ക്യാപിറ്റൽ ഗെയിൻസ് വഴി ഗവൺമെൻറ്റിന് സാധാരണ കിട്ടിക്കൊണ്ടിരിക്കുന്നത് വലിയൊരു എമൗണ്ടാണ്. അത് STT വഴി കോമ്പൻസേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ STT എന്ന് പറയുന്ന ലെവലിനെക്കാട്ടിലും 4 ടൈംസ് 5 ടൈംസ് STT കൂട്ടിയാൽ മാത്രമേ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് നമ്മളുടെ ഒരു റിക്കവറി STT മുഖാന്തരം നമുക്ക് നടക്കുള്ളൂ. വിച്ച് ഈസ് നിയർ ടു ഇമ്പോസിബിൾ എന്നുള്ളത് ഈ രീതിയിൽ തന്നെ പറയാം. ഇപ്പോൾ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഈസ് ഹിയർ ടു സ്റ്റേ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് അത് എത്രത്തോളം കുറയ്ക്കോ കൂട്ടോ എന്നുള്ളത് മാത്രമേ ഗവൺമെൻറ് കയ്യിലുള്ളൂ.
കുറച്ചു കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും. അതൊരു മണ്ടത്തരമായിട്ടുള്ള ഡിസിഷൻ ആയിപ്പോയി ഗവൺമെൻറ് ഭാഗത്ത് എന്നുള്ളതാണ്. ഗവൺമെൻറ് റിയൽ എസ്റ്റേറ്റും സ്റ്റോക്സും തമ്മിലുള്ള രണ്ടും ക്യാപിറ്റൽ അസറ്റ് ആയതുകൊണ്ട് രണ്ടിനും ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ആയതുകൊണ്ട് അത് തമ്മിലുള്ള അന്തരം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തതെങ്കിലും തീർച്ചയായിട്ടും റിയൽ എസ്റ്റേറ്റിലുള്ളവർ കറക്റ്റായിട്ട് അത് റിപ്പോർട്ട് ചെയ്യുന്നില്ല. എന്ന സമയം ക്യാപിറ്റൽ ഗെയിൻസ് സ്റ്റോക്ക് മാർക്കറ്റ്സിലുള്ളവർ കറക്റ്റായിട്ട് അത് റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഇതിനകത്ത് വൈറ്റ് മണി മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ ഹൈ ആണെന്നുള്ളതാണ്. അത് ഗവൺമെൻറ്റിൻ്റെ മണ്ടത്തരമായിട്ടുള്ളൊരു ഡിസിഷൻ റോൾ ബാക്ക് ചെയ്യുകയാണെങ്കിൽ FIIസിനും സാധാരണ ഇൻവെസ്റ്റേഴ്സിനും അത് നല്ലതായിരിക്കും എന്നൊന്ന് പറഞ്ഞു വയ്ക്കണം. അപ്പോൾ ആ റൂമറിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളൊരു അഡ്വൈസറി, ഒരു കോഷനും കൂടെ ഞാനൊന്ന് പറയുന്നു എന്ന് മാത്രം. മോട്ടിവേഷൻ. ഏതായാലും നമ്മുടെ ഇന്നത്തെ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ഓരോ സ്റ്റോക്കും എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങൾ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് സ്വയം പഠിക്കുക. ഒപ്പം രജിസ്റ്റേർഡ് അനലിസ്റ്റ് പോലുള്ളവരുടെ ഒപ്പീനിയൻസ് കൂടി തേടേണ്ടതാണ്. നമ്മുടെ റിസർച്ച് ടീം അടുത്ത മണിക്കൂറുകളിൽ കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് ജോയിൻ ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. നന്ദി, നമസ്കാരം. Opening hours with MyFin.